കായൽക്കരയിലെ രഹസ്യം പാർട്ട് 5. അദ്ദേഹം വീണ്ടും ചുവന്ന വരയിലേക്ക് ശ്രദ്ധിച്ചു. മുറിവ് മോതിരവിരലിന്റെ താഴെയാണ്. അതായത് അദ്ദേഹം ആരുടെയോ മോതിരം ഊരിയെടുക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ആ മോതിരം അദ്ദേഹത്തെ മുറിപ്പെടുത്തി. അതൊരു വിവാഹമോതിരമായിരിക്കാം. ശ്രീധരൻ നായർ തന്റെ കണ്ണുകൾ അടച്ചു. സിഗരറ്റ് വായിൽ വെച്ച് പലതവണ ആഞ്ഞുവലിച്ചു. പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്ന് എന്റെ നേരെ നോക്കി. സതീശ, ആ ചവിട്ടടിപ്പാടുകൾ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു അതൊരു തുകൽ ഷൂ ധരിച്ച സ്ത്രീയുടേതാണെന്ന്. അത് സാധാരണക്കാരിയായിരിക്കില്ല. അതൊരു പുരുഷന്റെ ഷൂ ധരിച്ച സ്ത്രീയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ധനികയായ സ്ത്രീ. ശ്രീധരൻ നായർ തന്റെ ശ്രദ്ധ ഗോവിന്ദന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ശ്രീമതി രാജലക്ഷ്മിയിലേക്ക് തിരിച്ചു. രത്നവ്യാപാരത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നിട്ടും മരണവാർത്ത അറിഞ്ഞപ്പോൾ അവർ സ്ഥലത്തെത്തിയില്ല. അദ്ദേഹം പോലീസിനൊപ്പം രാജലക്ഷ്മിയുടെ വീട്ടിലെത്തി. രാജലക്ഷ്മി, നിങ്ങൾ എന്തിനാണ് ഗോവിന്ദനെ കൊന്നത്? ഒരു മുഖവുരയുമില്ലാതെ ശ്രീധരൻ നായർ ചോദിച്ചു.